അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്. അതിനുള്ള ഡേറ്റ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്: എ സ്ക്വയർ പ്രിസം side of base 30 mm and axis 60 mm long is lying on the ground plane on one of its rectangular faces in such a way that the nearest end face is parallel and 10 mm behind the picture plane. The central plane is 60 mm away from the axis of the prism towards right. Draw the perspective view of the prism if the station point is 55 mm in front of the picture plane and 40 mm above the ground plane. So this is the question. Actually, I already told you that the question is a little bit lengthy, but it's very easy. This is very easy. I will show you how to draw this thing. Here we have seen what is picture plane, ground plane, central plane, everything. But while we're drawing it, it is different because we are drawing it in a two-dimensional paper. So in perspective projection, we draw picture plane as a horizontal line. First thing you have to do to draw the picture plane as a horizontal line. See, draw a picture plane as a horizontal line. ഗീവ് എ നെയിം ആസ് PP. അപ്പോൾ നിങ്ങൾ ആദ്യമേ പ്രോബ്ലം ചെയ്യുമ്പോൾ തുടങ്ങേണ്ടത് പെർസ്പെക്റ്റീവിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പം പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ലൈൻ വരച്ചിട്ട് തുടങ്ങുക. അതൊരു ചുമ്മാ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് പിക്ചർ പ്ലെയിൻ. ഇനി ഈ പിക്ചർ പ്ലെയിനിൽ നിന്നും അടുത്ത് വരയ്ക്കേണ്ട ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലൈനാണ്. ഗ്രൗണ്ട് ലൈനും ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. പിക്ചർ പ്ലെയിൻ കഴിഞ്ഞ് അടുത്ത് വരയ്ക്കേണ്ടത് ഒരു ഗ്രൗണ്ട് ലൈനാണ്. ഗ്രൗണ്ട് ലൈൻ പിക്ചർ പ്ലെയിനിന് പാരലായിട്ട് വരയ്ക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. പക്ഷേ ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യനിലെ സ്റ്റേഷൻ പോയിന്റുകളുടെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക. ഇതാ നോക്കിയേ, ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റേഷൻ പോയിന്റ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് ദ സ്റ്റേഷൻ പോയിന്റ് ഈസ് 55 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ. അപ്പോൾ ഞാനത് ഇങ്ങോട്ടൊന്ന് എഴുതുകയാണ്. സ്റ്റേഷൻ പോയിന്റ് എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 55 mm in front of the picture plane and 40 mm above the ground plane. 40 mm above ground plane GP എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ പോയിന്റുകളുടെ ഡിസ്റ്റൻസ് ആയിട്ട് തന്നിരിക്കുന്നത് 55 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ, 40 mm above the ground plane. അപ്പം മോസ്റ്റ് ഓഫ് എല്ലാ ക്വസ്റ്റ്യനിലും ഈ ഡേറ്റ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനകത്ത് നോക്കി ഈ സ്റ്റേഷൻ പോയിന്റുകളുടെ ഡിസ്റ്റൻസ് തന്നേക്കുന്നത് എടുത്ത് എഴുതുക. അതെത്രയാണ്? 55ഉം 40. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ചെയ്ത് എത്ര കിട്ടും? 95 mm കിട്ടും. ഈ 95 mm കൂടെ നിങ്ങളൊരു 20 mm കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുള്ള ഡിസ്റ്റൻസ് വെച്ച് ഈ ഗ്രൗണ്ട് പ്ലെയിൻ വരയ്ക്കുക. അപ്പോൾ നോക്കിക്കോണം, ഗ്രൗണ്ട് പ്ലെയിൻ നമ്മൾ എത്ര അകലത്തിലാണ് വരയ്ക്കുക? 55 + 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 95 എന്ന് കിട്ടി. 95ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു 20 mm കൂടെ എക്സ്ട്രാ ഇടുക. അത് വെച്ചിട്ട് ഡ്രോ എ ഗ്രൗണ്ട് ലൈൻ. ഗ്രൗണ്ട് പ്ലെയിൻ അല്ല, നമ്മളതിനെ ഗ്രൗണ്ട് ലൈൻ എന്നാണ് നമ്മൾ പറയുക. ഗ്രൗണ്ട് പ്ലെയിൻ അല്ല, ഗ്രൗണ്ട് ലൈൻ എന്നാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം 95 + 20 115 നമുക്ക് കിട്ടും. 11.5 സെൻറ്റിമീറ്റർ. അപ്പം എന്താ നമ്മൾ ചെയ്തത്? നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 55 + 40, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 20 mm നമ്മൾ വെറുതെ എക്സ്ട്രാ ഇടുന്നതാണ് കേട്ടോ. അതിനകത്തിൽ വേറെ റെലവൻസ് ഒന്നുമില്ല. കാരണം സ്റ്റേഷൻ പോയിന്റുകൾ തമ്മിൽ ക്രോസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് ഇടുന്നത്. ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഡിസ്റ്റൻസ് 20 ഇടുന്നതാണ്. നിങ്ങൾക്ക് 10 mm 15 mm എത്രയാണെന്ന് സൗകര്യം പോലെ ഇടുക. പക്ഷേ ഈ രണ്ട് സ്റ്റേഷൻ പോയിൻ്റ് ഡിസ്റ്റൻസ് രണ്ടും മിനിമം എന്തായാലും ഡിസ്റ്റൻസ് ഇട്ടിരിക്കണം. അപ്പം നമുക്കറിയാം 11.5 എന്ന് പറഞ്ഞൊരു ലെങ്ത് കിട്ടി. ആ ലെങ്ത് വെച്ചിട്ട് വി ജസ്റ്റ് ഡ്രോ എ ഗ്രൗണ്ട് ലൈൻ. അപ്പോൾ ഈ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ലൈനുകളാണ്
പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞ ലൈനും ഗ്രൗണ്ട് ലൈൻ എന്ന് പറഞ്ഞ ലൈനും. ഇനി നിങ്ങൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ, അപ്പോൾ നിങ്ങൾ പെർസ്പെക്റ്റീവ് വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ വരച്ചിട്ടാണ് നമ്മൾ ആദ്യം പെർസ്പെക്റ്റീവ് വരയ്ക്കുന്നത്. സി, അതിനിടയ്ക്ക് ഇതാ ഈ പടത്തിലൊക്കെ നോക്കി, ഇവിടെ നിങ്ങൾക്കറിയാം ഗ്രൗണ്ട് പ്ലെയിനിലാണ് ഇതാ ഈ പ്രിസം ഇരിക്കുന്നത്. നമ്മുടെ സ്ക്വയർ പ്രിസം എന്ന് പറഞ്ഞത് ഇത് ഇരിക്കുന്നത് ഗ്രൗണ്ട് പ്ലെയിനിലാണ്. ആ സ്ക്വയർ പ്രിസത്തിന് ഞാനൊരു നെയിം കൊടുക്കുകയാണ്. നോക്കിക്കോണം, ഇവിടെ കൊടുക്കുക A B C D E F G H. അപ്പം ഈ സ്ക്വയർ പ്രിസത്തിൻ്റെ എല്ലാ കോർണറുകളും ആ കിടത്തി വെച്ചേക്കുന്ന പൊസിഷനിൽ, ഈ റെക്റ്റാങ്കുലർ ഫേസിലാണിത് ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നത്. ആ പൊസിഷനിൽ വെച്ച് ഞാനിതിനെ നെയിം ചെയ്തു, ABCDEFG നെയിം ചെയ്തു. അപ്പോൾ നോക്കിക്കൊള്ളുക, ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഞാനതൊന്നുകൂടെ റഫായിട്ട് ഇവിടോട്ടൊന്ന് വരച്ച് നോക്കാം. പറഞ്ഞത് എന്താണ്, നമുക്കിവിടെ ഒരു പിക്ചർ പ്ലെയിൻ, ഇങ്ങനെയാണ് നമ്മുടെ പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞ പ്ലെയിൻ ഇരിക്കുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരിക, ഇവിടെ ഗ്രൗണ്ട് പ്ലെയിൻ ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ ഒബ്ജക്റ്റ്, നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള എക്സാക്ട്ലി ഞാനൊന്ന് കാണിച്ചു തരാം. എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സ്ക്വയർ പ്രിസത്തിൻ്റെ സൈഡ് എത്ര mm? സ്ക്വയർ പ്രിസത്തിൻ്റെ സൈഡ് 30 mm സൈഡും 60 mm ഹൈറ്റും ഉള്ളൊരു സ്ക്വയർ പ്രിസം റെക്റ്റാങ്കുലർ ഫേസ് റെസ്റ്റ് ചെയ്യാണ്. ഉണ്ടോ? ഈ നീല കളറിലുള്ള സ്ക്വയർ പ്രിസത്തിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 30 mm ആണ്. ഇത് 30 mm ആണ്, ഇത് 60 mm ആണ് ഇതിൻ്റെ ലെങ്ത്. ഇനിയും അത് റെസ്റ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കുലർ ഫേസിലാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്താ, ഇത് പിക്ചർ പ്ലെയിന് പുറകിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടോപ്പ് വ്യൂ ഇങ്ങനെ നോക്കുമ്പോൾ, ഇതാണ് ഇവിടെ നിന്നാണ് നിങ്ങൾ ടോപ്പ് വ്യൂ നോക്കുക. ഈ പിക്ചർ പ്ലെയിൻ PP എന്ന് പറഞ്ഞ ലൈൻ ഇവിടെയാണ് ഞാൻ വരച്ച് വെച്ചേക്കുന്നത്. ഈ പിക്ചർ പ്ലെയിനിൽ നിന്നും ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് പിക്ചർ പ്ലെയിൻ്റെ ബിഹൈൻഡ്. ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. മനസ്സിലായോ? ബിഹൈൻഡ് എന്ന് പറഞ്ഞ പോർഷൻ, ബിഹൈൻഡ് എന്ന് പറഞ്ഞ പിക്ചർ പ്ലെയിൻ്റെ ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്ക് പോകും. ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ സ്ക്വയർ പ്രിസം നിൽക്കുന്നത് എവിടെയാണ്? 10 mm ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ. ശ്രദ്ധിക്കുക, 10 mm ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ ഏത് ഫേസ് ആണ്? ഇവിടെയുള്ള ഈ എൻഡ് ഫേസ്, നിയറസ്റ്റ് എൻഡ് ഫേസ്, ഈ നിൽക്കുന്ന നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എൻഡ് ഫേസ് പിക്ചർ പ്ലെയിനിൽ നിന്നും 10 mm പുറകിലോട്ട് മാറി നിൽക്കുന്നു. മാത്രമല്ല പിക്ചർ പ്ലെയിന് പാരലലും കൂടിയാണ് ഈ പ്ലെയിൻ. അപ്പോൾ ഇങ്ങനെയാണ് അത് നിൽക്കുക. ഇനി അതിൻ്റെ നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ A B C D E F G H. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ നെയിം ചെയ്യുക. ഇനി നോക്കിക്കോണം, നമ്മൾ ആദ്യം ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ ഫസ്റ്റ് വരയ്ക്കേണ്ടത് ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അങ്ങനെ വേണം നമ്മളിതിനെ തുടങ്ങാൻ. നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ സിമ്പിൾ പൊസിഷൻ വരച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നുകിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ തുടങ്ങുക. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ ഏതാ? ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ നോക്കി, ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ടോപ്പ് വ്യൂവിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഏത് വ്യൂ വരയ്ക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. നോർമലി നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാം, ആക്സിസ് ഏത് പ്ലെയിനിലാണോ പെർപെൻഡിക്കുലർ ആ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ ആദ്യം വരയ്ക്കാം. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആക്സിസ് പിക്ചർ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. പിക്ചർ പ്ലെയിൻ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് ഈ ഡയറക്ഷനിൽ കാണുക. ഫ്രണ്ട് വ്യൂ നിങ്ങൾ എന്തായിട്ട് കാണും? ഇതിനെ 30 mm ഉള്ള ഒരു സ്ക്വയർ ആയിട്ടാണ് ഫ്രണ്ട് വ്യൂ കാണുക. ടോപ്പ് വ്യൂ എന്തായിട്ടാണ് കാണുക? ടോപ്പ് വ്യൂ കാണുന്നത് എത്രയാണ്? 30 mm 60 mm ഉള്ള ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണുക.
അപ്പോൾ ആദ്യം ഏത് വ്യൂ വരയ്ക്കണം എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ നോക്കുക. ആക്സിസ് ഏത് പ്ലെയിനാണോ പെർപെൻഡിക്കുലർ ആ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ ആദ്യം വരയ്ക്കുക. ഈ പറയുന്ന പിക്ചർ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ ഏത് വ്യൂവിലാണ് കാണാൻ പറ്റുക? ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ ആദ്യം വരയ്ക്കുക. ഇത് തിരിച്ച് ഇതിനെ ഞാനിങ്ങനെ കുത്തി നിർത്തിയേക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കുത്തി നിർത്തിയേക്കുമായിരുന്നെങ്കിൽ ടോപ്പ് വ്യൂവിൽ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസ് ടോപ്പ് വ്യൂവിലാണ് വരിക. അപ്പം അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്സിസ് വരിക. അപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കും. പക്ഷേ ഇതൊരു സ്ക്വയർ പ്രിസം എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഒബ്ജക്റ്റാണ്. അവിടെ നിങ്ങൾക്ക് ടോപ്പ് വ്യൂ വേണമെങ്കിലും ഫ്രണ്ട് വ്യൂ വേണമെങ്കിലും ആദ്യം വരച്ചു തുടങ്ങാം. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ടോപ്പ് വ്യൂ നോക്കിയാലും യു ക്യാൻ സീ ആസ് എ റെക്ടാങ്കിൾ അല്ലേ? കറക്റ്റ്, ഒരു കുഴപ്പവും കൂടാതെ റെക്ടാങ്കിൾ. ഏത് റെക്ടാങ്കിൾ കാണാം? 60 mm-ൻ്റെയും 30 mm-ൻ്റെയും ഒരു റെക്ടാങ്കിൾ ടോപ്പ് വ്യൂ നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ടോപ്പ് വ്യൂ വരച്ചാലും ഇവിടെ നമുക്ക് തെറ്റ് വരത്തില്ല. ഫ്രണ്ട് വ്യൂ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നിങ്ങളുടെ ഗ്രൗണ്ട് ലൈൻ. നോക്കിക്കോണം, ഈ ലൈനെയാണ് ഗ്രൗണ്ട് ലൈൻ എന്ന് പറയുക. മനസ്സിലായോ? നമ്മൾ ഈ വരച്ച് വെച്ചേക്കുന്ന ഗ്രൗണ്ട് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചർ പ്ലെയിനും ഗ്രൗണ്ട് പ്ലെയിനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ലൈനിനെ പറയുന്ന പേരാണ് ഗ്രൗണ്ട് പ്ലെയിൻ. ഇനിയും നമുക്ക് ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു ഇമാജിനറി പ്ലെയിൻ വേണ്ടി നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. വി ക്യാൻ കൺസിഡർ an imaginary plane to project the top view. ഗ്രൗണ്ട് പ്ലെയിനിന് പാരലായിട്ട് ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഇമാജിനറി പ്ലെയിൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ബട്ട് നെവർ കൺഫ്യൂസ് ഇറ്റ് വിത്ത് ഹൊറൈസൺ പ്ലെയിൻ. ഇത് ഹൊറൈസൺ പ്ലെയിൻ അല്ല, ഞാൻ ഇമാജിനറി ആയിട്ടൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നതേ ഉള്ളൂ, ആ ടോപ്പ് വ്യൂ എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി. നൗ ഇനി നമുക്ക് ടോപ്പ് വ്യൂ വേണമെങ്കിലും ഫ്രണ്ട് വ്യൂ വേണമെങ്കിലും ആദ്യം വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോകുന്നത്. ടോപ്പ് വ്യൂ എന്തായിട്ടാണ് കാണുന്നത്? ടോപ്പ് വ്യൂ വിൽ ബി എ റെക്ടാങ്കിൾ. ടോപ്പ് വ്യൂയുടെ റെക്ടാങ്കിളിൻ്റെ സൈസ് എത്രയാണ്? 60-യുടെയും 30-യുടെയും സൈസുള്ള റെക്ടാങ്കിൾ കിട്ടും. പക്ഷേ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ആ റെക്ടാങ്കിളിൻ്റെ ഒരു സൈഡ് ഈ ഗ്രൗണ്ട് ലൈന് പാരലായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞ ഈ PP എന്ന് പറഞ്ഞ ലൈനും പാരലായിരിക്കും. ഇതാണ് നിങ്ങളുടെ PP എന്ന് പറഞ്ഞ ലൈൻ. ആ PP എന്ന് പറഞ്ഞ് വരച്ചേക്കുന്ന ലൈൻ, ദിസ് ഈസ് ദ ലൈൻ PP. അതായത് ഈ PP എന്ന് പറഞ്ഞ ലൈൻ ഇതായിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഗ്രൗണ്ട് ലൈനിന് ഈ പച്ച ലൈനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നോക്കിക്കോണം, ഞാൻ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പം അത് ഏകദേശം എനിക്ക് ഈ ഇമാജിനറി പ്ലെയിനിൽ ടോപ്പ് വ്യൂ കിട്ടും, ഫ്രണ്ട് വ്യൂ പിക്ചർ പ്ലെയിനിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നോക്കിക്കോണേ, ഞാൻ ആദ്യം ഈ ടോപ്പ് വ്യൂ ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ നേരെ ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്യുമ്പം I will get top view like this. കണ്ടോ, ഇവിടെ നിന്നുള്ള ഈ റെക്ടാങ്കിളിൻ്റെ വ്യൂ, എനിക്ക് ടോപ്പ് വ്യൂ ഇങ്ങനെയാണ് ടോപ്പ് വ്യൂ കാണുക. അപ്പോൾ ടോപ്പ് വ്യൂ കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ലൈൻ എന്ന് നോക്കി PP എന്ന് പറഞ്ഞ ലൈനിന് പാരലാണ്. മാത്രമല്ല ഈ ഡിസ്റ്റൻസ് എത്രയുണ്ട്? 10 mm. കാരണം 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് ഇവിടെ നമുക്ക് കാണുകയും ചെയ്യും. നൗ ഇതിൻ്റെ നെയിമിംഗ് കൂടെ ശ്രദ്ധിച്ച്, നമ്മൾ മുകളിൽ നോക്കുമ്പം A ആദ്യം കാണും, പിന്നെ E കാണും, B ആദ്യം കാണും, F കാണും, C കാണും, G കാണും, D കാണും, H കാണും. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നെയിം ചെയ്യേണ്ടത് A ബ്രാക്കറ്റിൽ E. അതാണ് എൻ്റെ ഇവിടുത്തെ നെയിം. ഈ പോയിൻ്റ് എന്താകും? B ബ്രാക്കറ്റിൽ F, ഇവിടെ C ബ്രാക്കറ്റിൽ G, D ബ്രാക്കറ്റ് H. അതാണ് ഈ ടോപ്പ് വ്യൂവിൻ്റെ പോയിൻറ്റ്സിൻ്റെ നെയിം. ഞാനത് ഇവിടോട്ട് വൃത്തിയായിട്ട് ഒന്നുകൂടെ വരയ്ക്കാം. ഈ വരച്ചേക്കുന്ന ടോപ്പ് വ്യൂ നിങ്ങൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഇത് ഞാൻ ആ 3 ഡയമെൻഷൻ വ്യൂ നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി വരച്ചേക്കാണ്. ഇത് വരച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ വരയ്ക്കേണ്ടത്, ഞാൻ ഈ വരയ്ക്കുന്നതാണ് വരയ്ക്കേണ്ടത്. 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിനായിട്ട് നമ്മളൊരു പോയിൻ്റ് വെച്ചു. ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. റെക്ടാങ്കിളുടെ സൈസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് 60 mm, സൈഡ് 30 mm. കണ്ടോ,
അപ്പം ഈ കണ്ട ടോപ്പ് വ്യൂ ആണ് എനിക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അതായത് പിക്ചർ പ്ലെയിനിൽ നിന്നും 10 mm ബിഹൈൻഡായിട്ട് മാറിയിട്ടാണ് ഞാൻ ടോപ്പ് വ്യൂ വരയ്ക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, പിക്ചർ പ്ലെയിനെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂവിൽ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്. ഗ്രൗണ്ട് ലൈനെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നെയിമിങ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ മുകളിൽ നോക്കി, ഇത് ഞാൻ പോയിൻ്റ് എ ആയിട്ടത് എ, ദെൻ അതിൻ്റെ താഴെ കാണുന്ന പോയിൻ്റ് ഇ ആണ്. അപ്പോൾ സോ ദാറ്റ് പുറത്തുള്ള പോയിൻറ്റ്സ് ഞാൻ നോക്കണം, എ ബി സി ഡി ഇത്രയായിരുന്നു പുറത്തുള്ള പോയിൻ്റ്. അപ്പോൾ എയുടെ തൊട്ട് താഴെ വരുന്ന പോയിൻ്റ് ഏതാ? ഇ. ബിയുടെ തൊട്ട് താഴെ വരുന്ന പോയിൻ്റ് എഫ്. സിയുടെ തൊട്ട് താഴെ വരുന്ന പോയിൻ്റ് ജി. ആൻഡ് ഡിയുടെ തൊട്ട് താഴെ വരുന്ന പോയിൻ്റ് എച്ച്. നോക്കൂ, അങ്ങനെയാണ് നമ്മളിതിൻ്റെ നെയിമിങ് ചെയ്തത്. നൗ അപ്പോൾ ഞാനിവിടെ ടോപ്പ് വ്യൂ വരച്ചു. ഇനി നോക്കി ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കി. ഫ്രണ്ട് വ്യൂ ദാ ഇവിടെ നേരെ ഈ പിക്ചർ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പം കണ്ടോ, എനിക്ക് ഇവിടെ ഈ ഗ്രൗണ്ട് ലൈന് വെച്ചുകൊണ്ട് ഒരു ഫ്രണ്ട് വ്യൂ കിട്ടും. ഫ്രണ്ട് വ്യൂ എന്തായിട്ടാണ് കാണുന്നത്? 30 mm ഉള്ള ഒരു സ്ക്വയർ ആയിട്ടാണ് എനിക്ക് ഫ്രണ്ട് വ്യൂ കാണുക. അപ്പം ഈ ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുക. ഇതാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ. നോക്കുമ്പം ഈ പോയിൻ്റ് എ ആണ്. എ ഡാഷ് ഇൻ ബ്രാക്കറ്റ് ബി ഡാഷ്, ഡി ഡാഷ്, സി ഡാഷ്, ഇ ഡാഷ്, എഫ് ഡാഷ്, എച്ച് ഡാഷ്, ജി ഡാഷ്. നോക്കൂ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ അത് നെയിം ചെയ്തത് എ ബി സി ഡി ഇ എഫ് ജി എച്ച്. അപ്പം ഞാൻ ടോപ്പ് വ്യൂ നോക്കി ഈ ഡയറക്ഷൻ, അതുകൊണ്ടാണ് എ ബി സി ഡി നമുക്ക് കിട്ടിയത്. ഫ്രണ്ട് വ്യൂ ഈ ഡയറക്ഷനിലാണ് വരിക. എ ആദ്യം, പിന്നെ ബി, ഡി ആദ്യം, പിന്നെ സി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. നൗ ഫ്രണ്ട് വ്യൂ നമുക്ക് താഴോട്ട് വരയ്ക്കാം. ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ വരച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് ലൈൻ പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്ഷൻ ലൈനാണ്, ശ്രദ്ധിക്കുക, തിൻ ലൈനായിട്ടേ വരയ്ക്കാവൂ. ചെയിൻ ലൈൻ അല്ല, തിൻ ലൈനായിട്ടേ വരയ്ക്കാവൂ. നൗ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 30 mm. ഇതെല്ലാം നിങ്ങൾ തിൻ ലൈനായിട്ട് വരച്ചാൽ മതി. ഈ വരയ്ക്കുന്ന ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും എല്ലാം തിൻ ലൈനായിട്ട് വരച്ചാൽ മതി. അവസാനം കിട്ടുന്ന പെർസ്പെക്റ്റീവ് വ്യൂ മാത്രം തിക്കായിട്ട് വരച്ചാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം നിങ്ങൾ തിൻ ലൈനായിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ കണ്ട ഫ്രണ്ട് വ്യൂ ആണ് ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ നെയിം ചെയ്യുമ്പോൾ നോക്കി എ ഡാഷ് ബി ഡാഷ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലാണ് നമ്മൾ നോക്കുക. അപ്പോൾ എന്താ പറ്റുക? എ ഡാഷ് ബി ഡാഷ് ഡി ഡാഷ് സി ഡാഷ് ഇ ഡാഷ് എഫ് ഡാഷ് എച്ച് ഡാഷ് ജി ഡാഷ്. എ ഡാഷ് ബ്രാക്കറ്റ് ബി ഡാഷ് ഡി ഡാഷ് സി ഡാഷ് ഇ ഡാഷ് എഫ് ഡാഷ് ആൻഡ് എച്ച് ഡാഷ് ജി ഡാഷ്. സോ ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ. ഇനിയും നിങ്ങൾ വരയ്ക്കേണ്ടത്, അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു? പിക്ചർ പ്ലെയിൻ വരച്ചു. പിക്ചർ പ്ലെയിൻ വെച്ച് ഗ്രൗണ്ട് ലൈൻ വരച്ചു. ഡിസ്റ്റൻസുകൾ തമ്മിൽ ആഡ് ചെയ്ത് ഗ്രൗണ്ട് ലൈൻ വരച്ചു. നൗ പിക്ചർ പ്ലെയിൻ്റെ പുറകിൽ നിങ്ങൾ എന്ത് ചെയ്തു? ടോപ്പ് വ്യൂ വരച്ചു, പിന്നെ ഫ്രണ്ട് വ്യൂ വരച്ചു. ഇനി അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേഷൻ പോയിൻ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. സ്റ്റേഷൻ പോയിൻ്റ് മാർക്ക് ചെയ്യണമെങ്കിൽ സെൻട്രൽ പ്ലെയിൻ്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് സ്റ്റേഷൻ പോയിൻ്റ് മാർക്ക് ചെയ്യുക. സെൻട്രൽ പ്ലെയിൻ അല്ലെങ്കിൽ സി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ് തന്നേക്കുന്നത്? ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് സെൻട്രൽ പ്ലെയിൻ ഈസ് 60 mm away from the axis of the prism towards right. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ സെൻട്രൽ കൂടെ പോകുന്ന ആക്സിസിൽ നിന്നും
റൈറ്റ് മാറി 60 mm നിൽക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് സെൻട്രൽ പ്ലെയിൻ. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വരിക, ശ്രദ്ധിക്കുക. 60 mm ടു റൈറ്റ്, 60 mm ടു റൈറ്റ് ആണ് സെൻട്രൽ പ്ലെയിൻ ആക്സിസിൽ നിന്നും. സോ ആദ്യം നിങ്ങൾ അതുകൊണ്ട് ആക്സിസ് അങ്ങ് മാർക്ക് ചെയ്യുക. ടോപ്പ് വ്യൂവിൽ ആക്സിസ് ആദ്യം മാർക്ക് ചെയ്യുക. ആക്സിസ് ഒരു ചെയിൻ ലൈനായിട്ട് ആക്സിസ് മാർക്ക് ചെയ്യുക. ഇനി ഈ ആക്സിസിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് 60 mm എടുക്കുക. റൈറ്റ് സൈഡിലേക്ക് 60 mm എടുക്കുക. ടേക്ക് 60 mm ടുവേർഡ്സ് റൈറ്റ്. ഇവിടെ നിന്നും റൈറ്റ് സൈഡിലോട്ട് 60 mm എടുക്കുക. ദെൻ ഒരു പെർപെൻഡിക്കുലർ ചെയിൻ ലൈൻ വരയ്ക്കുക. കണ്ടിന്യൂസ് വരയ്ക്കണമെന്നില്ല. പിന്നെ ബാക്കി ഈ ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്നും കുറച്ച് വരച്ചിട്ടേക്കുക. അപ്പം ഈ സെൻട്രൽ പ്ലെയിൻ, അപ്പോൾ ഈ പ്ലെയിൻ്റെ പേരെന്താ? ഈ പ്ലെയിൻ്റെ പേരാണ് സെൻട്രൽ പ്ലെയിൻ. ഈ പ്ലെയിനിലാണ് അല്ലെങ്കിൽ ഈ ലൈനിലാണ് നിങ്ങൾ സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യുക. സ്റ്റേഷൻ പോയിന്റ് ഡിസ്റ്റൻസ് എവിടെ പറഞ്ഞേക്കുന്നത്? 55 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ. ബിഹൈൻഡ് പി പി മുകളിലോട്ടാണെങ്കിൽ ഇൻ ഫ്രണ്ട് പി പി അങ്ങോട്ട് വരണം, താഴോട്ട് വരും. എബോവ് ഗ്രൗണ്ട് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മുകളിലോട്ട് തന്നെ. ഗ്രൗണ്ട് ലൈനിന് താഴത്തേക്കൊന്നും നമ്മൾ പോയി വരയ്ക്കില്ല. ഗ്രൗണ്ട് ലൈനിന് മുകളിലോട്ടുള്ള വരകൾ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ എന്നുള്ളത് ഗ്രൗണ്ട് ലൈനിന് മുകളിലോട്ട് സ്റ്റേഷൻ പോയിന്റിനെ മാർക്ക് ചെയ്യുക. ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞത് പിക്ചർ പ്ലെയിൻ്റെ താഴത്തോട്ട് സ്റ്റേഷൻ പോയിന്റിനെ മാർക്ക് ചെയ്യുക. എത്രയാണ് ഡിസ്റ്റൻസ് തന്നേക്കുന്നത്? 55 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ. അപ്പോൾ സ്റ്റേഷൻ സെൻട്രൽ പ്ലെയിനിലേക്ക് 55 mm എടുക്കുക. ഇതാ ഇവിടെയാണ് ഏകദേശം വരിക. കണ്ടോ? ഈ പോയിന്റിനെ ഞാൻ കൊടുക്കുന്നത് SP എന്നാണ് പേര്. അതായത് സ്റ്റേഷൻ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ. ഡാഷ് ഇല്ലാതെ SP എന്ന് പറഞ്ഞു കൊടുക്കുക. സ്റ്റേഷൻ പോയിന്റ് ടോപ്പ് വ്യൂ. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് എവിടെ വരണം? ഇതേ സെയിം സെൻട്രൽ പ്ലെയിനിൽ തന്നെ സ്റ്റേഷൻ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ 40 mm മുകളിലോട്ട് മാറി വരും. അതിനെ ഞാൻ കൊടുക്കേണ്ട പേര് SP ഡാഷ് എന്നാണ്. അത് ഈ ഹൊറൈസൺ ലൈൻ പിച്ചിലൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു. ഈ സെൻട്രൽ പ്ലെയിൻ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റേഷൻ പോയിന്റിൻ്റെ ഇവിടെ ഇട വെച്ച് അവിടെ വരെ സെൻട്രൽ പ്ലെയിൻ വരയ്ക്കാവും. കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരച്ച് മുട്ടിക്കരുത്. ഇനിയും ഈ സെൻട്രൽ പ്ലെയിനിൻ്റെ സ്റ്റേഷൻ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ കൂടി വരയ്ക്കുന്ന ലൈനാണ് ഹൊറൈസൺ ലൈൻ. നോക്കണം, ഈ സ്റ്റേഷൻ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ അതായത് SP ഡാഷിൽ കൂടി വരയ്ക്കുന്ന ചെയിൻ ലൈൻ. ഈ ലൈനിനെ പറയുന്ന പേരാണ് ഹൊറൈസൺ ലൈൻ അല്ലെങ്കിൽ HL എന്നും പറയും. അപ്പോൾ ഇത്രയുമാണ് ഞാനിപ്പോൾ ചെയ്തത്. എന്ത് ചെയ്തു? സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്തു. സ്റ്റേഷൻ പോയിന്റ് 55 mm ഇൻ ഫ്രണ്ട് ഓഫ് ഫിക്സഡ് പ്ലെയിൻ, 40 mm എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ. ദെൻ ആ SP ഡാഷിൻ്റെ അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അതിനെ പറയുന്ന പേരാണ് ഹൊറൈസൺ ലൈൻ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. വിഷ്വൽ റേസ് ആണ് വരയ്ക്കേണ്ടത്. വി ഹാവ് ടു ഡ്രോ ദ വിഷ്വൽ റേസ്. ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്നും സ്റ്റേഷൻ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് എല്ലാ പോയിന്റിൽ നിന്നും വിഷ്വൽ റേസ് വരയ്ക്കുക. തെറ്റിക്കരുത്. എല്ലാ പോയിന്റിൽ നിന്നും വരയ്ക്കണം. ഇതെല്ലാം തിൻ ലൈനായിട്ടാണ് വരയ്ക്കേണ്ടത്. തിൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുന്നത് പോലെ തിൻ ലൈനായിട്ടാണ് ഇതെല്ലാം വരയ്ക്കേണ്ടത്. ഓൾവേസ് റിമെമ്പർ ദിസ് തിങ്. നൗ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ടോപ്പ് വ്യൂവിൻ്റെ എല്ലാ പോയിന്റിൽ നിന്നും സ്റ്റേഷൻ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് ഞാൻ വിഷ്വൽ റേസ് വരച്ചു. അതേപോലെ ഫ്രണ്ട് വ്യൂവിൻ്റെ എല്ലാ പോയിന്റിൽ നിന്നും സ്റ്റേഷൻ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് വിഷ്വൽ റേസ് വരയ്ക്കുക. അപ്പം സ്റ്റേഷൻ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്നും
ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂയിലേക്ക് എല്ലാ പോയിൻറ്റും സ്റ്റേഷൻ പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ വിഷ്വൽ റേ ടോപ്പ് വ്യൂവിൽ നിന്ന് വരച്ചു, ഫ്രണ്ട് വ്യൂവിൽ നിന്ന് വരയ്ക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ സ്റ്റേഷൻ പോയിൻറ്റ് ഈ വിഷ്വൽ റേസ് പിക്ചർ പ്ലെയിനിലെ കട്ട് ചെയ്ത പോയിൻറ്റുകൾ നിങ്ങൾ സെപ്പറേറ്റ് മാർക്ക് ചെയ്യുക. ഇവിടെ നോക്കിക്കോണം, ഈ എ ഇയിൽ നിന്ന് കട്ട് ചെയ്ത ഈ പോയിൻറ്റിനെ ഞാൻ A1 E1 എന്ന് പേര് കൊടുത്തു. A1 E1. DHനെ കട്ട് ചെയ്ത പോയിൻറ്റിനെ D1 H1 എന്നുള്ള പേര് കൊടുത്തു. BFനെ കട്ട് ചെയ്ത പോയിൻറ്റിനെ B1 F1 എന്നുള്ള പേര് കൊടുത്തു. C1 എന്ത് കൊടുത്തു? C1 G1. അങ്ങനെ ആ വിഷ്വൽ റേ പിക്ചർ പ്ലെയിനെ കട്ട് ചെയ്ത പോയിൻറ്റിന് എല്ലാം ഓരോ നെയിം കൊടുത്തു. ആ പോയിൻറ്റിൽ നിന്നും താഴത്തേക്ക് നിങ്ങൾ പ്രൊജക്ഷനിൽ വരച്ച് കറസ്പോണ്ടിങ് ലൈനിൽ കട്ട് ചെയ്യിപ്പിക്കുക. സേ ഫോർ എക്സാമ്പിൾ A1 E1 നിന്നും ഒരു പെർപെൻഡിക്കുലർ പ്രൊജക്റ്റ് വരയ്ക്കുക. ഡ്രോ എ പെർപെൻഡിക്കുലർ പ്രൊജക്ടർ ഫ്രം A1 E1. യൂസ് എ ഡിഫറെൻറ്റ് കളർ. കണ്ടോ, ഞാൻ A1 E1 നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ആ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ പ്രൊജക്ടർ A' നിന്നുള്ള വിഷ്വൽ റേ ഇവിടെ കട്ട് ചെയ്യും. അപ്പം ഈ പോയിൻ്റാണ് ക്യാപിറ്റൽ എ. മനസ്സിലാക്കുക, A1 നിന്നുള്ള ഈ പ്രൊജക്ടറിനെ ഞാൻ എവിടെ കട്ട് ചെയ്യിപ്പിച്ചു? A' നിന്നുള്ള ഈ വിഷ്വൽ റേ കട്ട് ചെയ്യിച്ചപ്പോൾ ക്യാപിറ്റൽ എ കിട്ടി. അതേപോലെ E1 നിന്നുള്ള പ്രൊജക്ടർ ഇവിടെ ഈ E' നിന്നുള്ള ലൈനിനെ കട്ട് ചെയ്യും. അപ്പം ഇത് ക്യാപിറ്റൽ ഇ ആണ്, ക്യാപിറ്റൽ ഇ. ഇതേപോലെ തന്നെ എല്ലാ പോയിൻറ്റ്സും നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ആദ്യം D1 H1, ഇനി D1 H1 എന്ന് വരയ്ക്കുകയാണ്. അടുത്തത് B1 F1 നിന്ന് വരയ്ക്കുന്നു. C1 G1 നിന്നും വരയ്ക്കുന്നു. ഉണ്ടോ? ഈ D1 H1 നിന്ന് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ പ്രൊജക്ടർ D' നിന്ന് പോകുന്ന ലൈൻ ഇവിടെ കട്ട് ചെയ്യും. ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യാവൂ, തെറ്റിക്കരുത്. അപ്പം ഈ പോയിൻ്റാണ് ക്യാപിറ്റൽ ഡി. അതേപോലെ ഈ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ക്യാപിറ്റൽ എച്ച്. കാരണം ഡി വെച്ചും ഒരേ D1 H1 ഒരിടത്ത് തന്നെയാണ് നമുക്ക്. അപ്പം മുകളിൽ ഡി കിട്ടും, താഴെ എച്ച് കിട്ടും. അതേപോലെ തന്നെ അടുത്ത പോയിന്റുകൾ നോക്കിയേ. ബി എവിടെയാണ് കിട്ടുന്നത്? B' നിന്ന് പോകുന്ന വിഷ്വൽ റേ ഇതാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ് കിട്ടുന്നതാണ് ബി. അതേപോലെ അതിന് നേരെ താഴെ ബിയുടെ വരുന്ന എഫ് അല്ലേ, എഫിൽ നിന്ന് പോകുന്ന ലൈൻ ഇവിടെ, ഇതാണ് എഫ്. അടുത്ത ഇനിയും കാണാനുണ്ടല്ലോ സി എവിടെ കിട്ടുന്നത്? C1 നിന്ന് പോകുന്ന ലൈന് ഇവിടെ സിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ സി കിട്ടും, സി. ജിയോ ഇതാണ് ജി. കണ്ടോ? അങ്ങനെ നമുക്ക് എല്ലാ പോയിൻറ്റ്സും കിട്ടി. ഇനിയും ഈ മാർക്ക് ചെയ്ത പോയിന്റുകളുടെ എല്ലാം ഔട്ടർ പോയിന്റ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ശ്രദ്ധിക്കുക, ഔട്ടർ പോയിന്റ്സ് മാത്രമേ ജോയിൻ ചെയ്യാവൂ. നോക്കി, ഞാൻ ABC CG GH HE ഇത്രയും സാധനമാണ് ഔട്ടർ പോയിന്റ്സ് ഞാൻ ജോയിൻ ചെയ്തത്. ഇനി നമ്മൾ ഇത് നോക്കുമ്പോൾ ചില ലൈൻസ് കിടനും ചില ലൈൻസ് വിസിബിൾ ആയിരിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കി. സ്റ്റേഷൻ പോയിന്റിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് നോക്കുക. സ്റ്റേഷൻ പോയിന്റിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പം ഡയറക്റ്റായിട്ട് വിഷ്വൽ റേ വന്ന് വീഴുന്ന ഭാഗങ്ങളെല്ലാം വിസിബിൾ ആയിരിക്കും. ഇതാ നോക്കി, ഈ രണ്ട് വിഷ്വൽ റേ ഈ AEDH എന്ന് പറഞ്ഞ ഫേസിൽ ഡയറക്റ്റായിട്ട് വന്ന് വീഴുന്ന. പക്ഷേ ഈ ഫേസിനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഈ വിഷ്വൽ റേ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഈ ഫേസിനെ എനിക്ക് ഇവിടെ നോക്കിയാൽ കാണുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ വരുന്ന വിഷ്വൽ റേ ഈ ഫേസിനെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ ഫേസ് പറയാം CGDH ഡയറക്റ്റായിട്ട് വന്ന് കാണുന്ന സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് ഈ CGDHും AEDHും ആയിരിക്കും വിസിബിൾ ആയിട്ടുള്ള ഫേസുകൾ. അതങ്ങ് വരയ്ക്കുക.
ദെൻ ഇതിനകത്തൂടെ പോകുന്ന കട്ടിങ് എഡ്ജുകളെല്ലാം എന്തായിരിക്കും? ഹിഡൻ ലൈൻ ആയിരിക്കും. നമ്മളുടെ നേരത്തെ റൂൾ ഇവിടെയും ഫോളോ ചെയ്യുക. വിസിബിൾ ലൈനിനെ കട്ട് ചെയ്യുന്ന ലൈനുകൾ ഹിഡൻ ആയിരിക്കും. വിസിബിൾ ഫേസിനെ കട്ട് ചെയ്യുന്ന ഫേസുകളെല്ലാം ഹിഡൻ ആയിരിക്കും. സി കണ്ടോ? അപ്പോൾ ഈ നീല കളറിൽ കാണുന്നതാണ് പ്രിസത്തിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂ. അങ്ങനെയാണ് ഇത് വരയ്ക്കുക. അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കുക. മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ശ്രമിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.